ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്ഷേപണം ജൂലൈ 18-ന്. സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്കൈ റൂട്ടിന്റെ വിക്രം-1 റോക്കറ്റാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെന്ററിൽ രാവിലെ 11:30 നടക്കുന്ന വിക്ഷേപണ ദൗത്യത്തിന് മിഷൻ ആഗമൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്ററിലേക്കാണ് ആദ്യ വിക്ഷേപണം നടക്കുക. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ശനിയാഴ്ചയാണ് ഭാരതത്തിന്റെ രാജ്യത്തിന് അഭിമാനം നൽകുന്ന മറ്റൊരു ദൗത്യം, അല്ലേ? സുരേഷ്, തീർച്ചയായും ശനിയാഴ്ചയാണ് ഈ സ്വകാര്യ റോക്കറ്റ് സംരംഭമായ ഭാരതത്തിൻ്റെ റോക്കറ്റ് സംരംഭങ്ങളിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റായ വിക്രം-1ൻ്റെ വിക്ഷേപണം നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് 18-ന് രാവിലെ 11:30-നാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. വിക്ഷേപണത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്നതിലുപരി ഭാരതത്തിൻ്റെ ഈ ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുത്ത 24-25 കാലഘട്ടത്തിന് ശേഷം ആദ്യമായാണ്, അല്ലെങ്കിൽ ആ ദൗത്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു മിഷനായാണ് ഈ റോക്കറ്റ് വിക്ഷേപണം ഇപ്പോൾ നടക്കുന്നത്. ഇത് കൃത്യമായി ഓർബിറ്റൽ റോക്കറ്റ് തന്നെയാണ്. 350 കിലോഗ്രാമോളം ഭാരം വരുന്ന സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാവുന്ന സാധ്യതയുള്ള റോക്കറ്റാണിത്. ഇത്തരത്തിലുള്ള റോക്കറ്റിൻ്റെ വിക്ഷേപണമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. സ്വകാര്യ സംരംഭമായതുകൊണ്ട് തന്നെ, ആദ്യത്തെ സംരംഭമായതുകൊണ്ട് തന്നെ ഏറെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു വിക്ഷേപണ സംവിധാനത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു എൻ്റർപ്രൈസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണം, ആദ്യത്തെ വിക്ഷേപണം കൂടിയാണിത്. ഇത് 350 കിലോഗ്രാമോളം ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ വിക്ഷേപണം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആദ്യ വിക്ഷേപണം തന്നെ 450 കിലോമീറ്റർ ഉയരെയുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപണം നടത്തുക എന്നതാണ് പ്രധാനമായും ഇതിൻ്റെ ഗൗരവമേറിയ ഒരു ഘടകമെന്നതും അതിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സ്വകാര്യ സാറ്റലൈറ്റുകളും ചെറു സാറ്റലൈറ്റുകളും എല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് സൃഷ്ടിക്കാനിരിക്കുന്ന വൻ വിപ്ലവങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിപ്ലവങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബഹിരാകാശ രംഗം മുഴുവൻ തന്നെ പല രംഗങ്ങളിലും, സാറ്റലൈറ്റ് രംഗങ്ങളിലൊക്കെ 100% നിക്ഷേപം സ്വകാര്യ സംരംഭക രംഗത്ത് സാധ്യമാകുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം തന്നെ നടക്കുകയും അത് സംബന്ധിച്ചുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള പരിഷ്കരണങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റോക്കറ്റ് ലോഞ്ചിലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇൻഡസ്ട്രിയിലും ഭാരതം വലിയ തോതിൽ മുന്നോട്ട് പോകുന്നതിന് സ്വകാര്യ സംരംഭത്തിൻ്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇതിൻ്റെ ഒരു നയമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ വിക്ഷേപണം നടക്കുന്നു. വിക്രം-1ൻ്റെ വിക്ഷേപണം നടക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ വിക്ഷേപണ തറയിൽ നിന്നാണ്. എങ്കിൽ കൂടി അത് സംബന്ധിച്ചിടത്തോളം ആദ്യ സ്വകാര്യ റോക്കറ്റാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ പ്രത്യേകത. മാത്രമല്ല, റോക്കറ്റ് വിക്ഷേപണ രംഗത്തെ വലിയ സാധ്യതകൾ ഇതോടെ തുറക്കുകയും ചെയ്യും. വലിയ നിക്ഷേപം വരികയും ചെയ്യും. ദേശീയ വിദേശീയ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യത വൻതോതിൽ ഉയരുകയും ചെയ്യുമെന്നത് ഒരു സാമ്പത്തിക വശമായും അതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റൊരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.